പകൽ സഖാവും രാത്രി സുഡാപ്പിയുമായ ന്യൂയോർക്ക് മേയർ, അമേരിക്കൻ മദനി എന്നറിയപ്പെടുന്ന സൊഹ്റാൻ മമദാനി ഇതാ ഇന്ത്യയെ വിരട്ടാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ഒരു കൊച്ചു നഗരത്തിൻ്റെ മേയറാണ് എന്ന ചിന്തയല്ല ഈ പകൽ സഖാവിന് ഉള്ളത്. താൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി എന്ന മട്ടിലാണ് അദ്ദേഹം പെരുമാറുന്നതെന്ന് തോന്നുന്നു. നമുക്കറിയാം, CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വന്നപ്പോൾ ഡൽഹിയിൽ നടന്ന കലാപം, 2019-20 കാലത്ത് ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭങ്ങളും അതിനെ തുടർന്ന് നടന്ന കലാപവും നമുക്കറിയാം. അന്ന് ആ കലാപത്തിൽ 53 ജീവനുകളാണ് പൊലിഞ്ഞത്. ഒരു മിടുക്കനായ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനടക്കം അങ്കിത് ശുക്ല എന്ന ആ ഉദ്യോഗസ്ഥൻ അതിക്രൂരമായി പൈശാചികമായി കൊല്ലപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു കലാപത്തിന് കാരണമായ ആൾക്കാരെ, അല്ലെങ്കിൽ അതിന് തിരികൊളുത്തിയ വ്യക്തികളെ, കർട്ടന് പുറകിൽ മറഞ്ഞിരുന്ന് കലാപാഹ്വാനം നടത്തിയ വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിലെത്തിച്ചു. ഇതിൽ നിരവധി പേർ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ജയിലിലാണ്. അവർക്ക് ജാമ്യം പോലും ലഭിച്ചിട്ടില്ല. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ചിലത് പറയാനുണ്ട്. ഈ ഉമർ ഖാലിദ് അടക്കമുള്ള നിരവധി നേതാക്കൾ ഇപ്പോഴും തിഹാർ ജയിലിൽ റിമാൻഡിലാണ്. ഇവർക്ക് എതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് UAPA ആണ്, രാജ്യദ്രോഹ കുറ്റമാണ്. അങ്ങനെ ആ കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ന്യൂയോർക്കിൻ്റെ പുതിയ മേയർ, അമേരിക്കൻ മദനി അഥവാ സൊഹ്റാൻ മംദാനി എന്ന വ്യക്തി രംഗത്ത് വന്നിരിക്കുന്നത്. നോക്കൂ, ഒരു മേയർക്ക് എത്ര ധൈര്യമുണ്ട് എന്ന്. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറയാം, വിമർശിക്കാം. പക്ഷേ അതിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒന്നല്ല 1000 വട്ടം ചിന്തിക്കണം. വെറും ഒരു നഗരത്തിൻ്റെ മേയറാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആളല്ല മംദാനി. പക്ഷേ മംദാനിക്ക് വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അതൊരു ആഗോള അജണ്ടയാണ്. ആ ആഗോള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ജയിലിൽ കഴിയുന്ന, രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന, ജാമ്യം പോലും ലഭിക്കാതെ തടവിൽ കഴിയുന്ന ഉമർ ഖാലിദ് എന്ന വ്യക്തിക്ക് വേണ്ടി ഈ മംദാനി രംഗത്ത് വന്നത്. ആ ആഗോള അജണ്ടയുടെ ഭാഗമാണ്. ഈ അടുത്ത കാലത്ത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉമർ ഖാലിദിന് സുപ്രീം കോടതി താൽക്കാലികമായ ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ കർശനമായ വ്യവസ്ഥകളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചത്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഉമർ ഖാലിദിൻ്റെ അഭിഭാഷകർ, വളരെ പേരുകേട്ട അഭിഭാഷകരാണ്, മിനിറ്റിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഭിഭാഷകരാണ്. കപിൽ സിബലിനെ പോലെയുള്ള ആ അഭിഭാഷകർ എത്ര തവണ ജാമ്യാപേക്ഷ നൽകി എന്നൊന്ന് അന്വേഷിച്ചാൽ കൊള്ളാമായിരുന്നു. ജാമ്യാപേക്ഷ മുന്നോട്ട് വെക്കും, കോടതി അത് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ പിൻവലിക്കും. അങ്ങനെ നിരവധി തവണ ഈ നാടകം ആവർത്തിച്ചു. അതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ മമദാനി രംഗത്ത് വന്നിരിക്കുന്നത്, ഉമർ ഖാലിദിനെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ട്. ഇത് മനുഷ്യത്വരഹിതമായ, മനുഷ്യത്വഹീനമായ പ്രവൃത്തിയാണ് എന്നാണ് മംദാനി വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ ഈ മംദാനിയും അമേരിക്കയിലെ കുറെ രാഷ്ട്രീയ വൈതാളികന്മാരും ആരാണ് എന്ന ചോദ്യം നമ്മുടെ രാജ്യത്ത് നിന്ന് ഉയരുന്നുണ്ട്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നു കഴിഞ്ഞു. അമേരിക്കൻ എംബസിയോട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ വ്യക്തമായി പറഞ്ഞു, നിങ്ങളുടെ കാര്യം അന്വേഷിച്ചാൽ മതി, ഇന്ത്യക്കുള്ളിലെ, ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഈ വിഷയത്തിൽ ഉമർ ഖാലിദിനെ ചുറ്റിപ്പറ്റി മറ്റൊരുപാട് ദുരൂഹതകളുണ്ട്. അതിലേക്കും കൂടി ഞാൻ വരാം. ഈ ഉമർ ഖാലിദ് നിസ്സാരക്കാരനല്ല. കാശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്നും പറഞ്ഞ് കാലങ്ങളായി പോരാടുന്ന ഒരു ഭീകര സംഘടനയുണ്ട്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ നേതാവായിരുന്ന ബുർഹാൻ വാനി, ആ ബുർഹാൻ വാനിയുടെ കടുത്ത ആരാധകനാണ് ഉമർ ഖാലിദ്. ഉമർ ഖാലിദിൻ്റെ വഴി ഏതാണെന്ന് അതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഈ ബുർഹാൻ വാനി സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയായിരുന്നു. ഇന്ത്യൻ പട്ടാളക്കാരെ ഈയാമ്പാറ്റകളെപ്പോലെ കൊന്നൊടുക്കിയിരുന്ന ഒരു
ഭീകര സംഘടനയുടെ നേതാവ്, പിന്നീട് ഇന്ത്യൻ പട്ടാളവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ട ആ ബുർഹാൻ വാനി എന്ന കൊടും ഭീകരൻ, ആ ഭീകരനെ മാർഗദർശിയാക്കിയിരിക്കുന്ന ആളാണ് ഉമർ ഖാലിദ്. അതിൽ നിന്ന് തന്നെ ഉമർ ഖാലിദ് എത്ര അപകടകാരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നിരോധിത ഇസ്ലാമിക ഭീകരവാദ സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ അഥവാ സിമി എന്ന നിരോധിക്കപ്പെട്ട സംഘടനയുടെ മുൻ പ്രവർത്തകനായ സയ്യിദ് കാസിം റസൂൽ ഇല്യാസിന്റെ മകൻ കൂടിയാണ് ഉമർ ഖാലിദ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സത്യങ്ങളൊന്നും മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഒരു നിരോധിത സംഘടനയിൽ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നയാളിന്റെ മകനാണ് ഉമർ ഖാലിദ് എന്ന് അറിയാതെയല്ല ഈ അമേരിക്കൻ മദനി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, മറ്റു പല സംഘടനകളുമുണ്ട്. അതിലൊക്കെയാണ് ഈ അച്ഛനും മകനും പ്രവർത്തിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. തിരിച്ച് ന്യൂയോർക്ക് മേയറിലേക്ക് വരാം. ഈ ന്യൂയോർക്ക് മേയർ നിസാരക്കാരനല്ല. ഈ ന്യൂയോർക്ക് മേയറുടെ പുതിയ ഉപദേഷ്ടാവ് ആരാണെന്ന് അറിഞ്ഞാൽ എല്ലാവരും ഞെട്ടും. അമേരിക്ക അത് ആ പേര് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. അതായത് ഈ മംദാനിയുടെ പുതിയ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് നിരോധിത ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുടെ അഭിഭാഷകനാണ് എന്നതാണ് ആ സത്യം. അതായത് അൽ ഖ്വയ്ദയുടെ ഭീകരൻ അഹമ്മൽ അൽ ദർബിക് എന്ന ആ വ്യക്തിക്ക് വേണ്ടി US കോടതിയിൽ ഹാജരായ വിവാദ അഭിഭാഷകൻ റംസി ഖാസിം ആണ് ഇപ്പോൾ ഈ പുതിയ മേയറുടെ മംദാനിയുടെ പുതിയ ഉപദേഷ്ടാവ്. ഇയാളെ നിയമവകുപ്പിന്റെ ചീഫ് കൗൺസിൽ തസ്തികയിലാണ് മംദാനി നിയമിച്ചിരിക്കുന്നത്. ആരെ? ഈ അഭിഭാഷകൻ റംസി ഖാസിമിനെ. ഈ അൽ ഖ്വയ്ദ സ്ഥാപകൻ ഒസാമ ബിൻ ലാദനുമായിട്ട് വളരെ അടുത്ത ബന്ധപ്പെട്ടിരുന്ന ആളാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ അൽ ഖ്വയ്ദ ഭീകരൻ അഹമ്മൽ അൽ ദർബിക്. ആ ദർബിക്കിന് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകനാണ് പുതിയ മേയറുടെ ഉപദേഷ്ടാവ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അൽ ഖ്വയ്ദയുടെ ആൾക്കാർക്ക് വേണ്ടി അമേരിക്കയിലെ അഭിഭാഷകർ ഒന്നടങ്കം കോടതിയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ, ഇവർക്ക് വേണ്ടി വാദിക്കാൻ വക്കാലത്തെടുക്കാൻ തയ്യാറാകാതെ മാറി നിന്നപ്പോൾ മുന്നോട്ട് വന്നയാളാണ് ഈ പുതിയ ഉപദേഷ്ടാവ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ 2014 യമൻ തീരത്ത് നടന്ന ഫ്രഞ്ച് എണ്ണ ടാങ്കർ സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ കൂടിയാണ് ഈ ദർബി എന്ന ഒസാമ ബിൻ ലാദന്റെ അടുത്ത അനുയായി. അയാൾക്ക് വേണ്ടി വക്കാലെടുത്തയാളാണ് ഈ പുതിയ ഉപദേഷ്ടാവ് റംസി ഖാസിം. എന്തായാലും ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു മേയറാണ്, ന്യൂയോർക്കിലെ മേയറാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നത്. ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ പച്ചയ്ക്ക് തീ കൊളുത്തി കൊല്ലുന്നു മതനിന്ദ കുറ്റം ആരോപിച്ച്. എവിടെ പോയി ന്യൂയോർക്ക് മേയറുടെ മനുഷ്യാവകാശ ബോധം, മനുഷ്യാവകാശത്തോടുള്ള പ്രതിബദ്ധത, മനുഷ്യ സ്നേഹം എവിടെ പോയി? നിരപരാധികളായ മനുഷ്യരെ, ഒന്നും രണ്ടുമല്ല നിരവധി പേരെ അവിടെ ചുട്ടുകൊന്നു കഴിഞ്ഞു. അതുപോലെ ഹിന്ദുക്കളുടെ വീടുകൾക്ക് തീ വെച്ചു. അവർ ഭവനരഹിതരായി ഇപ്പോൾ തെരുവിൽ അഭയാർത്ഥികളായി കഴിയുകയാണ്. ആ അഭയാർത്ഥികളായി സർവവും നഷ്ടപ്പെട്ടവരെ പോലും ഈ പറയുന്ന ബംഗ്ലാദേശിലെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു, അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതിലൊന്നും ന്യൂയോർക്ക് മേയർക്ക് യാതൊരു ഒന്നും പറയാനില്ല, യാതൊരു ദുഃഖവുമില്ല. അദ്ദേഹത്തിന് ജയിലിൽ കഴിയുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസ് പ്രഥമ ദൃഷ്ടിയ തെളിവുകളുണ്ടെന്ന് കണ്ടെത്തി അന്വേഷിച്ച് ജയിലിൽ റിമാൻഡിലിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പുറത്തു വിടണമെന്നാവശ്യപ്പെട്ട് അയാളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഡൽഹി കലാപത്തിൽ കൊല്ലപ്പെട്ട 53 പേർക്ക് മനുഷ്യാവകാശങ്ങളില്ലേ? ആ നിരപരാധികൾ എന്ത് തെറ്റാണ് ചെയ്തത്? ആരെയാണ് അവർ ദ്രോഹിച്ചത്? അതിൽ ഒരു തൻ്റെ കർത്തവ്യം നിർവഹിച്ച ഒരു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ അതിക്രൂരവും പൈശാചികവുമായി കൊലപ്പെടുത്തിയപ്പോൾ ആ വിവരം അറിഞ്ഞ ഈ മേയർക്ക് മനുഷ്യാവകാശത്തെക്കുറിച്ചൊന്നും പറയാനില്ലേ?
ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഈ പകൽ സഖാവ് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ തൻ്റെ ആഗോള അജണ്ട അത് നടപ്പാക്കാനുള്ള ദ്രുതഗതിയിലുള്ള ഓട്ടത്തിലാണ്.